Welcome back to YouTube. I'm Sana, Shiga. I'm Tadu. അപ്പോൾ ഇന്നത്തെ വീഡിയോ പറയുന്നത് വാട്ടർ ഡിപ്പിംഗ് ചാലഞ്ച്. നമ്മുടെ വീഡിയോയിലെ ആദ്യത്തെ ചാലഞ്ച് ആണ് ഇത് ചെയ്യാൻ പോകുന്നത്. സോ കാണുന്ന എല്ലാരും ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ, ഡിങ് ഡിങ് അടിക്കുക. അപ്പൊ നമ്മൾ ഇന്നത്തെ ചാലഞ്ച് എന്ന് പറയുന്നത് ഞാൻ കുറച്ച് ചോദ്യങ്ങൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇവർക്ക് രണ്ടുപേർക്ക് അറിയത്തില്ല. സോ ആ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ആർക്കാണോ ആർക്കാവുന്നത് അവരെന്ത് ചെയ്യും? മുക്കാൻ പോകേണ്ടത്. സോ നമുക്ക് നേരെ വീഡിയോ ഇട്ടുപോവാം. അപ്പൊ നമ്മൾ ആദ്യത്തെ ചോദ്യത്തിലോട്ട് പോയാണ്. ഫസ്റ്റ് ചോദ്യം ചെയ്യട്ടെ അത്. അപ്പൊ ഫസ്റ്റ് ചോദ്യം കൂട്ടത്തില് ഏറ്റവും കൂടുതൽ മണ്ടത്തരം കാണിക്കുന്ന വ്യക്തി, കൂട്ടത്തില് മണ്ടത്തരം കാണിക്കുന്ന വ്യക്തി ആര്? നിങ്ങൾ സത്യമാണ്. ഞാൻ എന്റെ അറിവില്ല എന്ന് വെച്ചാ സനാങ്കി കുറച്ച് ഇതുണ്ട്, മെച്യൂരിറ്റി എന്നല്ല, മെച്യൂരിറ്റി എന്നല്ല, കുറച്ച് ബോധമുണ്ട്. ഞാൻ വന്നു ബോധമുണ്ട്, കുഴപ്പമില്ല. ബോധമില്ല. ബോധമില്ലാത്തത് ഇവക്കാണ്. ഇടയ്ക്ക് നമ്മൾ എന്തെങ്കിലും പറയുമ്പോഴേ ഇവിടെ വന്നിട്ട് ശിഖ ഇതെന്തടി ഇത് അത് ബുദ്ധിമുട്ട്. അത് പക്ഷെ മണ്ടത്തരം പറയുന്നതില് ബെറ്റർ പറയുന്നതിനല്ല. ഓക്കെ. ഈ ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോ ഏറ്റവും കൂടുതൽ നമ്മുടെ ഇടയിൽ മേക്കപ്പ് ചെയ്യുന്ന ആര്? സത്യമാണ് എന്റെ പൊന്നെ. ഇവിടെ വരാം, അടുത്തുള്ള കടയിൽ പോ, അവിടെ ലിപ്സ്റ്റിക്ക് പൊട്ട് വെക്കും, പക്ഷെ സ്കിൻ കെയർ ചെയ്യും. രണ്ടും നല്ല സ്കിൻ കെയർ ചെയ്യും. ഞാൻ ചെയ്യൂല കേസ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യും. വിഷമൊന്നുമില്ല എന്നാലും. ഇതൊക്കെ എന്ത്? ഓക്കെ. അപ്പൊ നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലോട്ട് പോയാലോ? മൂന്നാമത്തെ ചോദ്യത്തിലോ എവിടെ പോയാലും നമുക്ക് ഭയങ്കര തിരക്കായിരിക്കും. പക്ഷേ എത്ര തിരക്കാണെങ്കിലും ലേറ്റ് ആയിട്ട് വന്ന് കയറേണ്ട ചേട്ടാ അങ്ങനെയായിരുന്നു ചേട്ടാ, അങ്ങനെയായിരുന്നു ചേട്ടാ, ഇങ്ങനെയായിരുന്നു ചേട്ടാ എന്നൊക്കെ പറഞ്ഞ റീസൺ പറയണം. പക്ക റീസൺ പറഞ്ഞാൽ ഞാൻ മുക്കിയിട്ടില്ല. ഞാൻ പറഞ്ഞ അപ്പൊ നീ എവിടെ പോയാണ് ചേട്ടാ താമസിച്ചു. ഞാൻ അപ്പൊ തന്നെ നേരത്തെ ഒന്നും വരത്തില്ല. സമയത്തിന് ഇച്ചിരി ലേറ്റ് ആണെങ്കിലും വരും. ഓക്കെ. നാലാമത്തെ ചോദ്യം ചോദിക്കാൻ പോയാണ്. ചോദിക്കട്ടാ? അപ്പൊ നാലാമത്തെ ചോദ്യം ചോദിക്കാൻ പോണ ഗൈസ്. നാലാമത്തെ ചോദ്യം എന്ന് പറയുമ്പോ ഏറ്റവും കൂടുതൽ മൊബൈൽ യൂസ് ചെയ്യുന്ന വ്യക്തി. മുക്കണ്ട, അവരെന്നെ മുക്കും. ഞാൻ അത്ര മുങ്ങിക്കും. സംഭവം വേറെ ഒന്നുമില്ല, നല്ലോണം ഇവിടെ മൊബൈൽ യൂസ് ചെയ്യും.
രാത്രി അച്ഛന്റെ ഫോണ്, ഉച്ചക്ക് ആന്റിയുടെ ഫോണ്, രാവിലെ ഞാൻ ഉറങ്ങുവാണെങ്കിൽ എന്റെ ഫോൺ. ഞാൻ തൊടാൻ തോരൂല ഫോൺ. എന്റെ ഫോൺ എവിടെന്നെങ്കിലൊക്കെ കിട്ടും, അപ്പൊ ഞാൻ തൊടും. ഞാൻ ഉപയോഗിക്കും. ഫോണിലെ പറ്റും. ഓക്കെ. നമ്മുടെ ഇടയിൽ മണ്ടത്തരം പറഞ്ഞിട്ട് അതിന്റെ പേര് ലൂക്ക് വന്ന വ്യക്തി, നമ്മളിപ്പോ കൂടുതൽ കഴിക്കണമെന്ന് വെച്ചാൽ നമ്മളെ ഫാമിലി എല്ലാവരും ഇരിക്കുന്നില്ലേ, ആ സമയം നമ്മുടെ ഇടയിൽ തന്നെ മണ്ടത്തരം വിളിച്ചു പറഞ്ഞിട്ട് അതിന് വേണ്ടി ലൂക്ക് വന്ന വ്യക്തി ആര്? മുക്കട്ടെ മുക്കട്ടെ മതി മതി പാവം ചേച്ചി. സത്യം നമ്മളെ കൂടെ ഇരിക്കുമ്പോ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞിട്ട് എല്ലാരും കറക്കി ഇട്ടു. എനിക്ക് 2 ചേട്ടൻ പറഞ്ഞു, അവരാണെങ്കിൽ ഇവിടെ ഊക്കണേ സമയം കാണത്തുള്ളൂ. എങ്ങനെയാണെങ്കിലും മണ്ടത്തരം കാണുന്നവരെ വേണ്ടേ? ഓക്കെ, അപ്പൊ നമ്മള് എത്ര ദിവസം? 6ാമത്തെ ദിവസം. ഓക്കെ, 6ാമത്തെ ദിവസം നമ്മുടെ ഇടയില് ഇൻട്രോവേർട്ട് എന്നുവെച്ചാൽ നമ്മള് ഇവിടെ ഇൻട്രോവേർട്ടാര് പറഞ്ഞുതരാം. സന എന്ന് പറയുമ്പോ പെട്ടെന്ന് എല്ലായിടത്തും കമ്പനിയാണ്. പെട്ടെന്ന് എന്നുവെച്ചാ എന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരോട് ഇവിടെ ഇൻട്രോവേർട്ട് ആരെന്നാണ് ചോദിച്ചത്. പക്ഷെ അങ്ങനെയല്ല കഴിച്ചത്. സംഭവം സന എന്ന് പറയുമ്പോ എന്റെ കൂടെ നടക്കുന്നുണ്ട് എനിക്കറിയാം. എപ്പോഴാന്ന് വെച്ചാൽ എല്ലാവരും കാണുന്ന എല്ലായിടത്തും പെട്ടെന്ന് ഫ്രണ്ട്ലി ആവും. പക്ഷെ ശിഖ അങ്ങനല്ല. ശിഖ ഫസ്റ്റ് കുറച്ച് അങ്ങനെ ആലോചിക്കും, ആവണോ വേണ്ടയോ, ആ ഒരു ടൈപ്പാണ്. എന്നുവെച്ചാൽ അവൾ അതിനകത്ത് സംസാരിക്കാൻ പോകത്തില്ല. നമ്മുടെ ഫാമിലിയുടെ അകത്തുള്ള ഒരു ഇതേ ഉള്ളൂ. അപ്പൊ 7 ദിവസം ഓക്കെ. എത്ര വഴക്ക് പറഞ്ഞാലും നമ്മളെ ഫാമിലിയില് എല്ലാരും എത്ര വഴക്ക് പറഞ്ഞാലും അതിങ്ങനെ കേട്ടണ്ടിരിക്കുന്ന വ്യക്തി, ചുമ്മാ കേട്ടണ്ടിരിക്കും. എന്തോന്ന് പറഞ്ഞാലും ഇങ്ങനെ കേട്ടണ്ടിരിക്കും. என்னை வச்சு ஒன்னும் காமெடி கிமெடி பண்ணலையே. അതിവിടെ തന്നെ പക്ഷെ ദേഷ്യം കേറിയ പിന്നെ അവളെ പിടിച്ചാൽ കിട്ടത്തില്ല. ഭയങ്കര ദേഷ്യം. എട്ടാമത്തെ നമ്മുടെ ഇടയില് സിനിമ കണ്ടുണ്ട് ആ സിനിമ കണ്ട് കാര്യം എനിക്ക് ഓർമ്മയില് ഞാൻ ഇതുവരെ അങ്ങനെ കരഞ്ഞിട്ടില്ല. അപ്പൊ ആടിച്ചു എന്റെ അറിവില് മിക്ക സിനിമയിലും കരയേണ്ട സിനിമയാണെങ്കിൽ മാത്രമേ ഞാൻ കരയത്തുള്ളൂ, അല്ലെങ്കിൽ കരയുള്ളൂ. വെറുതെ ഒരു ആവശ്യമില്ല വെറുതെ ഞാൻ കണ്ടില്ല. പക്ഷെ നല്ലോണം കരയും കഴിച്ചു പിടിച്ചു നിൽക്കാൻ പറ്റില്ല ചില സമയത്ത്. അടുത്ത 9ാമത്തെ ചോദ്യം. ഓക്കെ, കൂടുതലും കറങ്ങാൻ ആഗ്രഹിക്കുന്ന എന്ന് വെച്ചാൽ ട്രിപ്പ് പോകാൻ ഇഷ്ടമുള്ള വ്യക്തി കൂടുതൽ ഇല്ല. അങ്ങനെയല്ല, എന്റെ അറിവിൽ ഒരാളുണ്ട്.
നമ്മൾ സംസാരിക്കുന്നത് നേരെ നിൽക്കണം കാര്യം എന്നുവെച്ചാ ഞങ്ങളുടെ അടുത്തടുത്താണ് ഞാൻ സനയും ആ നമ്മുടെ വീട് അടുത്തടുത്താണ്. ശിവരാത്രി ദൂരാണ് എന്നുവെച്ചാൽ ഞങ്ങള് ദൂരാണ്. സോ സന എപ്പോഴും വന്നിട്ട് പറയാം ചേട്ടാ ഇവിടെ പോയാലും ചേട്ടാ അവിടെ പോയാലും ഞാൻ ഓരോരോ സ്ഥലങ്ങൾ കണ്ടുപിടിച്ചിട്ട് പോയി പറയാം നമുക്ക് അവിടെ പോവാം ഇവിടെ പോവാം അങ്ങനെ. സത്യം പറഞ്ഞാൽ ഞങ്ങള് വ്ളോഗിങ് എന്നുവെച്ചാൽ ഈ വ്ളോഗിങ് തുടങ്ങാൻ കാരണം തന്നെ സന ഇങ്ങനെ ഓരോരോ സ്ഥലത്ത് പോകുന്നുള്ള ഒരു ഐഡിയ ഉള്ളതുകൊണ്ടാണ്. പോവാന്നുള്ള കാര്യങ്ങളാണ്. സോ അടുത്ത ചോദ്യത്തിലോട്ട് പോയാല് പിങ്ക് കളറിൽ ഗ്രേ ഇട്ട് ഇരിക്കുന്ന ആര് ഗ്രേ കൊടുത്തിരിക്കുന്ന ആര് ഗോൾഡ് ഇട്ടടിക്കുന്ന ആര് ഇപ്പൊ ചിരിക്കുന്ന ആര് രണ്ടര മൂന്ന് മറ്റൊരു പരിപാടിയാണ്. സംസാരിച്ചൂടാ പിന്നെ അപ്പൊ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്ര വരെ ഉള്ളൂ. നിങ്ങൾക്ക് സെക്കൻഡ് പറ്റണം വെച്ചാൽ ഇപ്പൊ ഗേൾസിന് കിട്ടിയത് ഞാൻ ബോയ്സ് നിങ്ങൾ കമന്റ് ചെയ്യുക. അതുകൂടാതെ നമ്മള് പിന്നെയും കുറെ വീഡിയോ ഇടണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് വേണം. സോ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. ബൈ ബൈ. എടുത്ത് തോന്നല്ലേ